എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അഡ്മിഷൻ നാളെ മുതലായിരിക്കും. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ ഫലം നോക്കി അറിഞ്ഞിട്ടുണ്ടാവും. കുറേ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നും ഒരുപാട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല എന്നും. എന്തായാലും കിട്ടിയവർക്കെല്ലാം എൻ്റെ വക ഒരു കൺഗ്രാജുലേഷൻ. നിങ്ങൾക്ക് വിചാരിച്ച സ്കൂളും കോഴ്സും കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. എന്തായാലും അഡ്മിഷൻ നാളെ മുതലാണ്. നാളെയും മറ്റന്നാളുമാണ് അഡ്മിഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. 22-ാം തീയതി രാവിലെ 10 മണി മുതൽ 23-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷൻ ക്രമീകരിച്ചത്. അതായത് 22-ാം തീയതി രാവിലെ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷൻ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് പുതിയതായി ലഭിച്ച ഓപ്ഷനിലേക്ക് മാറണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. 22-ാം തീയതി രാവിലെ 10 മണി മുതൽ 23-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷനായി നിങ്ങൾ സ്കൂളുകളിൽ ഹാജരാകേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂളുകളിൽ ഹാജരാകാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച ആദ്യമുണ്ടായിരുന്ന സീറ്റും പുതിയതായി ലഭിച്ച സീറ്റും റദ്ദായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എനിക്കൊരു ഓപ്ഷൻ കിട്ടി, പക്ഷേ അതെനിക്ക് വേണ്ട, എനിക്ക് മുന്നുണ്ടായിരുന്ന സ്കൂൾ തന്നെ മതിയെന്ന്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളായിരിക്കും. നിങ്ങൾക്കിനി പഴയ ഓപ്ഷനിൽ നിലനിൽക്കാൻ സാധിക്കില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഓപ്ഷനിൽ തന്നെ നിലനിൽക്കാം. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പുതിയ ഓപ്ഷനിലേക്ക് മാറേണ്ടതാണ്. അങ്ങനെ മാറാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ റദ്ദായി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നാളെ രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷൻ ഉള്ളത്. ഏതായാലും ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നവരെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.